ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിവ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള സൽവാർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ടി വെയർ ആയിട്ടും റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ ഇതിലുണ്ടാവും. അപ്പം ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ടാൻ കളറിൽ വരുന്ന ഒരു വേണമെങ്കിൽ ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയാം ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് സിൽക്കി സ്ട്രൈപ്പ് ഫാബ്രിക്കിലാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ബോഡി, ഇതൊരു സിൽക്കി ഫാബ്രിക് ആണ്. ഇതിന്റെ ഫുൾ ബോഡിയിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് പോകുന്നുണ്ട്, ഫുള്ളായിട്ട് സെൽഫായിട്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൽ കോളം രീതിയിലും റോ രീതിയിലും ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നത് നല്ല കുറച്ചും കൂടെ ഹെവി ആയിട്ട്, കുറച്ചും കൂടെ കട്ടിയിലാണ് വരുന്നത്. മറ്റത് കുറച്ചും കൂടെ സ്ലൈറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. സിൽക്കി സ്ട്രൈറ്റ് ഫാബ്രിക് ആണ്. നമ്മൾ നല്ല ലൈനിങ് ഒക്കെ വെച്ച് അടിച്ച് നല്ല സ്റ്റൈലിഷ് ആയിരിക്കും ഇത് കാണാനായിട്ട്. എസ്പെഷ്യലി ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കളർ തന്നെ. ഇത് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ. ബോട്ടം വരുന്നത്. ഇതിന്റെ ദുപ്പട്ട ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല രസമായിരിക്കും. ഈ ഒരു കളർ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട കണ്ടില്ലേ? ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ ഫാബ്രിക്കില് ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലവർ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡിലുള്ള ഫ്ലവറും ഒലിവ് കളറും കൂടെ വരുമ്പോഴേക്കും ഈ ഒരു ടാൻ കളറിനെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കും. പിന്നെ ഇതിന്റെ ആണെങ്കിലും യോക്ക് ഏരിയയിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ട് ഷുഗർ ബീഡ്സ് കൊണ്ടുള്ള ഒരു ഡിസൈൻ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് ഫ്രഞ്ച് നോട്ട്സ്, പിന്നെ അഗൈൻ ഷുഗർ ബീഡ്സ്, ഫ്രഞ്ച് നോട്ട്. നല്ല ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്ക്. ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന വർക്കാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1320 മാത്രമാണ്. ഇതിന്റെ അടുത്ത കളേഴ്സാണ് ഇനി കേട്ടോ ഞാൻ കാണിക്കണേ. അടുത്തത് ഒരു ട്രൂ ബ്ലൂ കളറാണ് വരുന്നത്, ശരിക്കും നേവി ബ്ലൂ കളർ. ഇതിലാണെങ്കിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു വർക്ക് കാണാൻ. നല്ല ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് നേവി ബ്ലൂ ഓർഗൻസ നേവി ബ്ലൂ കളറിലെ ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലവർ ഡിസൈൻസ് ആണ്. ബോട്ടം വരുന്നത് സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ ആണ് കേട്ടോ. ഇതൊരു ട്രൂ റെഡ് കളർ, ഒരു റെഡിഷ് ഷെയ്ഡ് ആണ് വരുന്നത്. ബട്ട് റെഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ ട്രൂ റെഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു റെഡ് വിത്ത് പീച്ച് കോമ്പിനേഷനിൽ വരുന്ന ഡാർക്ക് ഒരു ബ്രൈറ്റ് കളറാണ് കേട്ടോ. ഈ നെക്ക് ഏരിയ ആണെങ്കിൽ ശരിക്കും യോക്ക് ഏരിയ ഇത്രയും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസ ഫാബ്രിക്കിൽ സെയിം ടോണിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. 1320 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ അടുത്ത കളർ ചേഞ്ച് ആണ് പിസ്ത ഗ്രീനിലാണോ വരുന്നത്. ഇത് ഫുൾ ടോൺ ടു ടോൺ ആണ്. അപ്പം കാണുമ്പം നമ്മൾ ഇതൊരു മറ്റേ സിൽക്കി സ്ട്രൈപ്സ് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോകുന്നില്ല, കംപ്ലൈന്റ് ഒന്നും വരാത്ത ഫാബ്രിക് ആണ്. ഓർഗൻസ ഫാബ്രിക് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ കളറൊന്നും പോകത്തില്ല. അടുത്തത് ഇതിൽ തന്നെ വരുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, അത് ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതൊക്കെ ഇടുമ്പോഴേക്കും ഒന്നും കൂടി നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അടുത്തത് വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കിൽ അതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കിൽ യോക്ക് ഏരിയയിൽ മാത്രം ഫുള്ളായിട്ട് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് ഫുള്ളായിട്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന്റെ വന്നിരിക്കുന്ന കണ്ടില്ല, ഫ്ലവർ ഓറഞ്ചും ബാക്കിയുള്ള പോർഷൻസ് ലീഫ് ആൻഡ് സ്റ്റെം വരുന്നത് ഗ്രീനിഷ് ഷെയ്ഡിലുമാണ്. ഇവിടെയാണെങ്കിലും ഒരു ക്രോഷ്യോ ലേസിന്റെ ഡിസൈൻ പോകുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 1099 മാത്രമാണ്. ബോട്ടം വരുന്നത് PV കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഏറ്റവും അട്രാക്റ്റീവ്. ദുപ്പട്ടയുടെ 4 സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് അതിന്റെ ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ്. ആ ഓറഞ്ച് വിത്ത് ആ ഒരു പിങ്ക് വിത്ത് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുമ്പോഴേക്കും ദുപ്പട്ട ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അടുത്തതൊരു പംകിൻ കളറാണ്. ലെങ്ത് ഉണ്ട്. ഞാൻ ഇവിടേക്ക് കുറച്ചും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ഇത്
പിടിക്കാനുള്ള സൗകര്യത്തിന് ഫോൾഡ് ചെയ്തതാണ്. കണ്ടില്ലേ, പംകിൻ കളറിലാണ് വരുന്നത്, ഒരു യെല്ലോയിഷ് ഷെയ്ഡ്. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ആ ഒരു ഫ്ലവർ ഡിസൈൻ, ഈ ഒരു ഫ്ലവർ ഡിസൈനിന്റെ കൂട്ടത്തിൽ ഈ ദുപ്പട്ട വെക്കുമ്പോഴേക്കാണ് അതിന്റെ ശരിക്കുള്ള ഒരു അട്രാക്റ്റീവ്നെസ് മനസ്സിലാവുക. കണ്ടോ, ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ വാഷ് ചെയ്യാൻ പറ്റും, ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും ഇട്ടാൽ നല്ല ബ്രൈറ്റ് ആയിരിക്കും, നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതാണെങ്കിൽ ടെർക്യൂസ് കളർ, ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. കാരണം ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഈ ഒരു കളർ കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിന്റെ ദുപ്പട്ട, ഇത് ശരിക്കും ഈ ഒരു ഫാബ്രിക്കിന്റെ നമ്മുടെ ഭംഗി മനസ്സിലാവുക വിത്ത് ദുപ്പട്ട വെച്ച് കാണുമ്പോഴാണ്. നമ്മൾ നന്നായിട്ട് സ്റ്റിച്ച്, നല്ല ഭംഗിയിൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും ഇത് കാണാൻ. കണ്ടില്ലേ, അടുത്തതും സ്ലബ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. 1230 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതൊരു പിങ്കിഷ് ഷെയ്ഡില്, ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുള്ളി യോക്ക് ഏരിയയിൽ ഫുള്ളായിട്ട് ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, ഒരു ശരിക്കും സിഗ്സാഗ് രീതിയിൽ കട്ട് ബീഡ്സ് നല്ല തിക്കായിട്ട് കൊടുത്തിട്ട് ഈ രണ്ട് സൈഡിലേക്കും പേഴ്സിന്റെ വർക്കാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആണ് കേട്ടോ കാണാൻ. ഇതിന്റെ കൂടെ ബേബി പിങ്ക് കളറാണ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ദുപ്പട്ട. ഇതിന്റെ ബോട്ടം വരുന്നത് ബേബി പിങ്ക് കളറിൽ തന്നെയുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഇത് സ്കൈ ബ്ലൂ പേസ്റ്റൽ. ഇപ്പൊ ഞാൻ കാണിക്കുന്ന രണ്ട് ഐറ്റം വരുന്നത് പേസ്റ്റൽ ഷെയ്ഡിലാണ്. 1230 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയാണ്. ഇതിന്റെ ഒരു ദുപ്പട്ടയിലും ഈ ഒരു ശരിക്കും ഇതിന്റെ ഈ ഒരു യോക്കേരിയിലെ വർക്കും ഈ ദുപ്പട്ടയാണ് ഇതിൽ അട്രാക്റ്റീവ്. ഇതിന്റെ പേസ്റ്റൽ കളറിലാണ് ടോപ്പ് വരുന്നതെങ്കിലും ദുപ്പട്ട കുറച്ചും കൂടെ ബ്രൈറ്റ് ആണ്. അത് ഫുള്ളായിട്ട് ടെസൽസ് വരുന്നുണ്ട് കേട്ടോ, ടെസൽസ് വരുന്നില്ല. ഇതിന്റെ ഫുള്ളായിട്ട് കണ്ടില്ലേ, എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് ഫുള്ളായിട്ട്. സോഫ്റ്റ് ലിനൻ ഫാബ്രിക്കിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്, ആക്ച്വൽ ബ്രൗൺ അല്ല, വിസ്കസ് ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹെം ഏരിയയിലും നല്ല തിക്കായിട്ട് വർക്ക് വരുന്നുണ്ട്. താഴെ നല്ല ഹെവിയും അതിനുശേഷം ഫുള്ളായിട്ട് ഡയമണ്ട് ഷേപ്പിലുള്ള ഡയമണ്ട് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രസ്ഡ് സ്റ്റോൺസ് ആണ്. അപ്പം ഇതിൽ ഫുള്ളായിട്ടൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസ്ഡ് സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന്റെ സ്റ്റോൺസ് പോവില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, വാഷ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കണ്ടില്ലേ, ഇത് ഫുൾ യോക്ക് ഏരിയയിലാണെങ്കിലും നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഷിഫോൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ ഒരു സൈഡിലാണെങ്കിലും ഒരു സൈഡിൽ മാത്രം ഇതാ ഹെവി ആയിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1340 ആണ്. അടുത്തത് ഫുള്ളായിട്ട് കാണിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അജ്രാക് പ്രിന്റ് ആണ്. അജ്രാക് പ്രിന്റിന് നിങ്ങൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലതും സെയിം നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും. അതായത് മെറൂൺ കളറൊക്കെ കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിന്റെ ഫുൾ ഡിസൈൻ സെയിം ആണ്, ബട്ട് ബോട്ടത്തിനും ദുപ്പട്ടയ്ക്കാണ് ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പം ഞാൻ ടോപ്പും ബോട്ടും ഒക്കെ സെപ്പറേറ്റ് കാണിക്കാം. അപ്പം ബോട്ടത്തിന്റെയും കൂടെ ഫോട്ടോ വെച്ചിട്ട് അയക്കണം കേട്ടോ, കാരണം നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ലെങ്തിയാണ്, ഞാൻ ഇവിടെ ഫോൾഡഡ് ആണ് കേട്ടോ കുറച്ചും. ഇത് ഫുള്ളായിട്ട് അജ്രാക് പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ബോട്ടം, അതായത് ഞാൻ സെറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ലെങ്ത് ഉണ്ട്, അവിടെ ഫോൾഡ് ചെയ്തിട്ട് ഇത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലെങ്ത് അധികം ഫീൽ ചെയ്യാത്തത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ രീതിയിലാണ്, ഫുള്ളായിട്ട് മെറൂൺ കളർ വന്നിട്ട് അതിൽ സിക്സാക് രീതിയിലുള്ള പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഫുള്ളായിട്ട് കേട്ടോ. മനസ്സിലാവുന്നില്ലേ? ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ്, കോട്ടൺ തന്നെയാണ് കേട്ടോ. സൈഡിൽ ബോർഡർ വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അടുത്തതും വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇത് മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. മെറൂൺ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ബോട്ടം വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിലാണ്, ബ്ലാക്കിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാ ഈ രീതിയിലാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിന്റെ ഷെയ്ഡ് ഈ രീതിയിൽ വരും. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലായിരിക്കും കേട്ടോ. അടുത്തതും മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഇതിന്റെയും ബോട്ടത്തിനും ദുപ്പട്ടയ്ക്കുമാണ് ഡിഫറൻസ് വരുന്നത്. കണ്ടില്ലേ, ഇവൻ നമുക്ക് ബോട്ടം വേണമെങ്കിൽ നന്നായിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടോപ്സ് തയ്ക്കും. ടോപ്പ് തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഒരു കുർത്തിയൊക്കെ തയ്ച്ചാലും നല്ല ഭംഗിയാണ്. കാരണം ഈ ഒരു ലൈൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കാണാനും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ചെല്ലാം 990-യുടേതായിരുന്നു. ഇപ്പൊ കാണിക്കുന്നത് 950-യുടെ എജ്രാക്കാണ് കേട്ടോ. ഇതാ ഈ രീതിയിലാണ് വരുന്നത്. ഇതിന്റെ ഫുള്ള് ഡിസൈൻ വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് കണ്ടില്ലേ, ഇതിന്റെ ബോട്ടം ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിനാട്ടോ ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത്, അതായത് ഇതിൽ ചിലപ്പം കളേഴ്സ് ഒക്കെ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഡിസൈനിലാണ്, ഇതിൽ വരുന്ന ഡിസൈൻസിനാണ് ഡിഫറൻസ്. ശരിക്കും നമുക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവുക ശരിക്കും അതിന്റെ ദുപ്പട്ടയും ബോട്ടവും കൂടെ കാണുമ്പോഴാണ്. കണ്ടോ, നല്ല ലെങ്തി ആണ്, നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. നമുക്ക് ശരിക്കും റെഗുലർ വെയറിനൊക്കെ നല്ലൊരു ഓപ്ഷനാണിത്. ഇതൊരു ബ്ലൂ ആണ് കേട്ടോ, ബോഡിയിൽ വരുന്ന കളർ ബ്ലൂ ആണ്. ഇതിൽ ഡിസൈൻ പോകുന്നത് സിക്സാക്ട് രീതിയിലാണ്. കണ്ടില്ലേ, അതിനകത്ത് ഫുള്ളായിട്ട് പോൾക്ക ഡോട്ട്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിൽ. അടുത്തത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്രൗൺ ഷെയ്ഡാണ് ഈ വന്നിരിക്കുന്നത്. ബ്രൗൺ ഷെയ്ഡില് ഇതിന്റെ ബോട്ടം ഈ രീതിയിൽ വരും. കണ്ടില്ലേ, ബോട്ടം നല്ല ലെങ്ത് ആയിരുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു ടോപ്പ് തയ്ക്കാനുള്ള ലെങ്ത് കിട്ടുന്നുണ്ട്. കണ്ടോ, ഈ ഇത്രയും ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായ പർച്ചേസ് ചെയ്യാനായി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് പോസ്റ്റൽ വഴി മാത്രമാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിലും നിവ ഡിസൈൻസിന്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ പേജിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഫോട്ടോ അപ്ഡേഷൻസും ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് മാത്രമല്ല, നമ്മുടെ ഫോട്ടോസും ഈവൻ കുർത്തീസ് ആണെങ്കിലും സൽവാസിന്റെ ആണെങ്കിലും നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക്